ഈ മാധ്യമങ്ങളെ നാലാമത്തെ നെടുന്നൂണെന്നൊക്കെ പറഞ്ഞിട്ട് കെ.ജെ. ജോക്കിപ്പനെപ്പോലുള്ള ആൾക്കാർ വിശേഷിപ്പിക്കാറുണ്ട്. ഞാനിതിനെ മണ്ണാങ്കെട്ടാന്നാണ് പറയാം. ഒരു തൂണുമില്ല. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, വസ്തുനിഷ്ഠ മാധ്യമ പ്രവർത്തനം, സ്വന്തം മാധ്യമ പ്രവർത്തനം, ഇത്രയും അസംബന്ധം നിറഞ്ഞ വിശേഷണങ്ങൾ ഒരുപക്ഷെ ഒരു മേഖലയെക്കുറിച്ചും ഇല്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു ജുഗൽബന്ധിയുണ്ട്. അതല്ലെങ്കിൽ മാധ്യമങ്ങളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള ഒരു സക്രിയമായിട്ടുള്ള ഒരു വ്യവഹാരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവഹാരം എന്ന് പറയുന്നത് മാധ്യമങ്ങളും പാർലമെന്റും തമ്മിലുള്ള വ്യവഹാരം. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങളെ നാലാമത്തെ നെടുന്നൂണെന്നൊക്കെ പറഞ്ഞിട്ട് കെ.ജെ. ജോക്കിപ്പനെപ്പോലുള്ള ആൾക്കാർ വിശേഷിപ്പിക്കാറുണ്ട്. ഞാനിതിനെ മണ്ണാങ്കെട്ടാന്നാണ് പറയാം. ഒരു തൂണുമില്ല. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, വസ്തുനിഷ്ഠ മാധ്യമ പ്രവർത്തനം, സ്വന്തം മാധ്യമ പ്രവർത്തനം എന്നൊക്കെ ഷാഹിരി ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ഇപ്പം പറയുന്നില്ല അല്ലേ? ഓക്കെ. ഇത്രയും അസംബന്ധം നിറഞ്ഞ വിശേഷണങ്ങൾ ഒരുപക്ഷെ ഒരു മേഖലയെക്കുറിച്ചും ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ ജനാധിപത്യം യഥാർത്ഥത്തിൽ അർത്ഥവത്തായ രീതിയിൽ മാറിയത്, ഒരു ഘട്ടത്തിൽ മാറിയത് ഈ പില്ലേഴ്സ് തമ്മിലുള്ള ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു വ്യവഹാരം കൊണ്ടാണ്. ഇപ്പൊ സ്വതന്ത്രമായ, നമ്മൾ സ്വതന്ത്രം ഉദ്ദേശിക്കുന്ന ഇൻവേർട്ടർ കോമയിലാണ്, ഒരു റീസണബിളി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മീഡിയക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള പാർലമെന്റ് വേണം. കുറെ കൂടി ഒബ്ജക്റ്റീവായി ചിന്തിക്കുന്ന ഒരു സുപ്രീം കോടതി വേണം. ഈ രണ്ട് പില്ലേഴ്സും ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പണ്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയായിരുന്നു യഥാർത്ഥത്തിൽ പാർലമെന്റിന്റെ തലങ്ങളിൽ ഏറ്റവും വലിയ പ്രക്ഷുബ്ധാവസ്ഥ സൃഷ്ടിച്ചിരുന്നത്. ഇപ്പൊ ഈ ബൊഫേഴ്സ് കുംഭകോണത്തെ കുറിച്ചൊക്കെ ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദു ഒക്കെ കൊണ്ടുവന്നിരുന്ന വാർത്തകൾ അന്നത്തെ പാർലമെന്റ് സമ്മേളനത്തിലെ ശൂന്യവേളയിൽ മുഖരിതമാകുമായിരുന്നു. ആ ഒരു നൈസർഗികമായിട്ടുള്ള ഒരു ബാന്ധവമാണ് പിന്നീട് ഈ ബൊഫേഴ്സ് കുംഭകോണത്തെ കുറിച്ചുള്ള ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് നയിച്ചത്. പക്ഷെ ഇന്ന് ഒന്നാമത്തെ കാര്യം, മാധ്യമങ്ങളിൽ അന്വേഷണാത്മകമായിട്ടുള്ള ഒരു വാർത്തയും നമ്മൾ കാണില്ല. ഇന്ന് ഡൽഹിയിലെ പത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് സ്റ്റോറി എന്ന് പറയുന്നത് അശ്വിനി വൈഷ്ണവിന്റെ ഇന്റർവ്യൂ ആയിരിക്കും. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം എഴുതി കൊടുത്ത് ചോദിപ്പിക്കുന്ന ചോദ്യങ്ങളോടുള്ള ഒരു അഭിമുഖമായിരിക്കും. പിന്നെ പ്രധാനമന്ത്രി അഭിമുഖം നടത്തിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രിയുടെ അഭിമുഖം കേരളത്തിലെ ചാനലുകൾ പോലും നടത്തിയിട്ടുണ്ട്. രാജീവ് എന്തിന്റെ ചാനൽ നടത്തിയിടാം ഇല്ല. എനിക്ക് വളരെ രസകരമായി തോന്നി. PM പോലെ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ തന്നെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് ഹോംവർക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന്. ചോദ്യങ്ങൾ മാത്രമല്ല, ക്യാമറയും കൊടുത്തു, എഡിറ്റിംഗും കൊടുത്തു, ഔട്ട്പുട്ടും എടുത്തു കൊടുത്തു. നോക്കുക, ചോദ്യങ്ങൾ കൊടുത്തു, ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയുണ്ട്, ആ രീതിയും പറഞ്ഞു കൊടുത്തു. ആ ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടു. റെക്കോർഡിന് ശേഷം ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചു. അതാണ് അഭിമുഖമായിട്ട് ഇന്ത്യയിൽ വന്നത്. നോക്കി എങ്ങനെയാണ് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സ്വേച്ഛാധിപതി അസുഖകരമായ ചോദ്യങ്ങളോട് അദ്ദേഹത്തിന്റെ ആയ വൾഗറായ ഭാഷയിൽ പ്രതികരിക്കുമെങ്കിൽ പോലും അതിന്റെ പാതി ഭാഗം എന്ന് പറയുന്നത് ഡെമോക്രസിക്ക് ഗുണകരമാണ്. എന്താണ് പാതി ഭാഗം? ആ ചോദ്യം. ആ ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ട്, ചോദ്യത്തിനും ഒരു പ്രതികരണമുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് നമ്മുടെ ഇന്ത്യൻ മാധ്യമ മേഖല മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. നോബൽ ലോറേറ്റ് ആയിട്ടുള്ള അഭിജിത് ബാനർജി, അദ്ദേഹം ദൂരെ നിന്നുകൊണ്ട് ഇന്ത്യയെ നിരീക്ഷിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിട്ട് അദ്ദേഹം കണ്ടത് മീഡിയ തകർന്നതാണ്, അതുപോലെ ട്രാൻസ്പെറൻസി ഇല്ലാതായതാണ്. ഇത് രണ്ടും പരസ്പരം പൂരകമായിട്ടുള്ള കാര്യങ്ങൾ. മീഡിയ തകരുന്നു, അതുപോലെ ട്രാൻസ്പെറൻസി ഇല്ല. ട്രാൻസ്പെറൻസി എവിടെയാണ് ഉണ്ടാകേണ്ടത്? ഒന്ന് മീഡിയയിലൂടെ, അല്ലെ പാർലമെന്റിലൂടെയാണ്. ഒരു MP എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ പാർലമെന്റിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഇടനെഞ്ചിൽ ഒരു വിങ്ങലുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, മുമ്പൊക്കെ പ്രസ് ഗാലറിയിൽ ഇരുന്ന് മഹാരഥന്മാരായിട്ടുള്ള പാർലമെന്റ് മെമ്പർമാരുടെ ചർച്ചകളും സംവാദങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്തൊരു വ്യക്തിക്ക് ഇന്ന് അങ്ങനെ ഒരു സംവാദത്തിന്റെ ഒരു പ്രകടനം തന്നെ പാർലമെന്റ് ഇല്ലാതെ പോകുന്നു. ചോദ്യങ്ങൾ തന്നെ സുതാര്യത ഉണ്ടാകണമെങ്കിൽ ചോദ്യങ്ങൾ വരണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, 10 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കും. അതായത് പുതിയ പാർലമെന്റ് നിർമ്മിക്കാൻ വേണ്ടി ഇന്ത്യ സർക്കാർ തീരുമാനമെടുത്തപ്പോൾ അത് ക്യാബിനറ്റ് ഡിസിഷനായിരുന്നു.
ഞാനൊരു ചോദ്യം പാർലമെന്റിൽ ചോദിച്ചു, എന്താണ് ഈ പാർലമെന്റ് നിർമ്മാണത്തിനുള്ള ചെലവ്? അപ്പോൾ എന്തോ 1000 കോടി രൂപയുടെ ഒരു കണക്ക് പറഞ്ഞു. പാർലമെന്റിന്റെ നിർമ്മാണം പൂർത്തിയായി ഞങ്ങളൊക്കെ പുതിയ പാർലമെന്റിലേക്ക് ഈ ചെങ്കോലിന്റെ അകമ്പടിയോടുകൂടി പ്രവേശിച്ചു. ചെങ്കോൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സൂചകങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ ചില പ്രതീകങ്ങളാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ചെങ്കോലുമായിട്ടാണ് വരാറുണ്ട് ഒന്നുണ്ട് ആൾക്കാർ. രണ്ടാമതൊരു ചോദ്യം ഞാൻ ചോദിച്ചു. ഇപ്പോൾ ഷാഹിരി എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമോ? അപ്പോൾ എസ്റ്റിമേറ്റ് തന്നു. ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഈ പാർലമെന്റ് നിർമ്മാണത്തിന്? എനിക്ക് കിട്ടിയ മറുപടി എന്താണെന്നറിയോ? തരാൻ പറ്റില്ല, സീക്രട്ടാണ്. നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മളുണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധികൾ ഉണ്ടാക്കിയ ഒരു പാർലമെന്റ് മന്ദിരത്തിന് എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളത് സീക്രട്ടാണ്. നോക്കുക. അപ്പൊ ഈ ട്രാൻസ്പെറൻസി, പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമത്തിനും അതൊരു വിഷയമല്ല. ഞാൻ ഡൽഹിയിലെ പല മാധ്യമ പ്രവർത്തകർക്ക് ഇത് പറഞ്ഞു കൊടുത്തു. നോക്ക്, കഴിഞ്ഞ ദിവസം ഒരു പത്രം മാത്രം ഒരു വിഷയമെടുത്തു, PM കെയറിനെ കുറിച്ച്. അതായത് PM കെയറിനെ കുറിച്ചുള്ള മറുപടി നൽകരുത് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്പീക്കർക്ക് എഴുതിയെന്ന്. ഞാൻ ആ പത്രപ്രവർത്തകനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ PM കെയർ സംബന്ധിച്ച് 4 വർഷമായിട്ട് ചോദിക്കുന്നു, 5 വർഷമായി ചോദിക്കുന്നു, ഇതേ മറുപടി എനിക്ക് കിട്ടി, നിങ്ങൾ എന്തുകൊണ്ട് വാർത്തയാക്കിയിട്ടില്ല? മാത്രമല്ല, ഞാൻ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഒരു മെമ്മോറാണ്ടം കൂടി ഞാൻ അയാൾക്ക് കൊടുത്തു. എന്താണ് ആ കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ മെമ്മോറാണ്ടത്തിൽ 2023 പറ്റിയാണെന്ന് തോന്നുന്നു. ആ മെമ്മോറാണ്ടത്തിൽ പറയുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഡിസൈഡഡ് ടു കൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ PM കെയർ എന്നുള്ള ഫണ്ട് രൂപീകരിക്കാൻ തീരുമാനിച്ചു എന്നുള്ള മെമ്മോറാണ്ടം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് പ്രൈവറ്റ് അഫെയർ അല്ല എന്നുള്ള കാര്യം ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചു. ഞാൻ ഈ രേഖയും പത്രപ്രവർത്തകർക്ക് കൊടുത്തു. ഏതോ ഒരു പത്രത്തിൽ ഒരു വരിയോ മറ്റേ കൊടുത്തു.